ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് സാറ്റർഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്, അതായത് മെയ് 3 എനർജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. ഫസ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. എന്ത് എനർജിയാണ് ശ്രദ്ധിക്കേണ്ടത്? പയൽ നമ്പർ 1 വന്നിട്ട് സാറ്റർഡേ മെയ് 3. ഇവിടെ സ്നേക്കിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഇറ്റ് ഈസ് സേഫ് ഫോർ മീ ടു ഫീൽ മൈ ഫീലിങ്സ് ഓഫ് ആങ്കർ, സോറോ ആൻഡ് ഗ്രീഫ് വിൽ പാസ് ആസ് ഐ റിലീസ് ദം ഫ്രം മൈ ബോഡി. ഇവിടെ നിങ്ങളോട് പറയുന്നത് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സെർവ് ചെയ്യാത്ത എനർജീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ചാലഞ്ചസ്, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഫീലിങ്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. പല ഇമോഷൻസ് ആയിരിക്കാം വരുന്നുണ്ടാകുക. അത് കുറച്ചും കൂടെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി അത് നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ട്രാൻസ്മ്യൂട്ടായി പോകുന്നതാണ്, പോസിറ്റീവ് എനർജി ആയിട്ട് കൺവേർട്ട് ആകുന്നതാണ്. അതിന് പകരം നമ്മളെപ്പോഴും അതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ, എപ്പോഴും അതിനെ നമ്മൾ എതിർക്കുമ്പോൾ അത് പിന്നെയും കൂടുതൽ ലൗഡായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ഓക്കെ, എനിക്ക് ഈ പ്രശ്നങ്ങളുണ്ട്, ഈ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്, അത് ഞാൻ അക്നോളജ് ചെയ്യുന്നു, അത് ഞാൻ മനസ്സിലാക്കുന്നു, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഈശ്വരനിൽ ഞാൻ സമർപ്പിക്കുന്നു. ആ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. കുറച്ച് പേർക്ക് പഠനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ലേണിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും കുറച്ച് പേർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നുണ്ടെങ്കിലും കുറച്ചൊരു സമാധാനമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓവറോൾ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. ഈ ഒരു ദിവസം വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ വിസ്ഡമാണ്, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് എ ന്യൂ സൈക്കിൾ ഓഫേഴ്സ് ന്യൂ ആൻഡ് ഹാപ്പി പ്രോമിസസ്. നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായ വിഷമം കൊണ്ടിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബോഡിക്ക് കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടാണ് ഈ ഒരു ദിവസം പറയുന്നത്. നെക്സ്റ്റ് ബാക്കിയുള്ള എനർജീസ് എന്താണ് സാറ്റർഡേയുടെ? സിക്സ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി, ഒത്തിരി അച്ചീവ്മെൻറ്റ്, ഒത്തിരി പ്രോസ്പെറിറ്റിയുടെ എനർജി ഓവറോൾ ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടാകാം. ഒത്തിരി കാര്യങ്ങൾ മറികടക്കാനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം ഈ ഒരു ദിവസം വന്നിട്ട്. 2 ഓഫ് വാൻഡ്സ്, എഗെയിൻ ഇവിടെ ഒത്തിരി പാഷൻ, ഒത്തിരി എനർജിയാണ് കാണുന്നത്. എഗെയിൻ ഇവിടെ പറഞ്ഞ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു എനർജി, അതിലിരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പ്രിപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ എക്സാം വരുന്നുണ്ട്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് പ്രിപ്പയർ ആകാനായിട്ടും തയ്യാറെടുപ്പുകൾ നടത്താനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അവിടെ കുറച്ചൊരു ശ്രദ്ധയോടുകൂടി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. 4 ഓഫ് വാൻഡ്സ്, അഗെയിൻ ഒരു പാഷനാണ്, കമ്പാഷൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒത്തിരി സ്റ്റെബിലിറ്റി, ബാലൻസ് കാണുന്നുണ്ട് ഈ ഒരു ദിവസം. റിലേഷൻഷിപ്സിലായിരിക്കാം, ഹോം ഫാമിലിയിലായിരിക്കാം, ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി കറേജിൻ്റെ എനർജിയുമാണ്, ഒത്തിരി ധൈര്യത്തിൻ്റെ എനർജിയും ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. എന്ത് സിറ്റുവേഷൻ ആയാലും അവിടെ ഒരു സ്റ്റെബിലിറ്റി നേടാനായിട്ട്, അല്ലെങ്കിൽ താൻ എന്താണോ വിചാരിക്കുന്നത് അത് നേടാനായിട്ടുള്ള ആ ഒരു എനർജി, ഊർജം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ്,
കുറച്ച് പേർക്ക് എഗെയിൻ ഡിസിഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജിയാണ്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി വർക്ക് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കാം, അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഈ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസിൽ ബാലൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. എന്ത് സിറ്റുവേഷൻ ആയാലും അത് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, മോഡറേഷൻ്റെ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എനർജീസ് വരുന്നതാണ്. ഇവിടെ 4 ഓഫ് സോഡ്സിൽ ഹീലിംഗ്, റെസ്റ്റിൻ്റെ എനർജിയാണ് കാണുന്നത്. കുറച്ച് പേരോട് അത് ചൂസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഈശ്വരനിൽ സമർപ്പിക്കുക. എന്തെങ്കിലും ടെൻഷൻസ്, എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ഈശ്വരനിൽ സമർപ്പിക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ഒരു ഡിഫെൻസീവ് എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. എഗെയിൻ ഇവിടെ ഫോർവേഡ് മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഒത്തിരി പീസ് ഓഫ് മൈൻഡ് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതാണ്. ഇവിടെ ഒത്തിരി ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയും കാണുന്നുണ്ട്. സ്നേഹമായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ മെമ്മറീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പോൾ ഓവറോൾ ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. ഒൺലി തിങ് എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ എനർജി, ഫീലിങ്സ്, ഗ്രീഫ്, പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ എന്തെങ്കിലും ടഫ് സിറ്റുവേഷൻ, ചാലഞ്ചിൽ നിർത്തുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്, ട്രാൻസ്മ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് പേർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേ ഗൈഡൻസ് എന്താണെന്ന്. ഫസ്റ്റ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. പൈൽ നമ്പർ 2യുടെ May 3 എനർജി. താങ്ക് യു. ഇവിടെ മാഗ്നറ്റൈഡ് ഒക്ടാഹെഡ്രോൺ ആണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്താണോ, നിങ്ങളുടെ പവർ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിയുന്നത് എന്തെങ്കിലുമൊക്കെ തോട്ട് പ്രോസസ്സ്, എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് വരുന്ന സമയത്ത് അതിൻ്റെ ആൻസേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങളോട് തന്നെ ഗൈഡൻസ് ചോദിക്കുന്നത്, കുറച്ചൊരു സ്പേസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്, നിങ്ങളെ എന്തെങ്കിലുമൊക്കെ കയോസ്, എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി, വ്യക്തത നേടാനായിട്ടും ശ്രമിക്കുക. എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ് എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. ഫാമിലി, ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം, നിങ്ങളോട് തന്നെ ആയിരിക്കാം. അപ്പോൾ കെയർഫുള്ളി നിങ്ങളുടെ എനർജീസ്, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാനായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ചൊരു ഡിസേൺമെൻറ്റും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതായത് എനർജീസ് തമ്മിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജി എന്താണ്, മറ്റൊരു വ്യക്തിയുടെ എനർജി എന്താണ്, അത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റ്, നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം തിരിച്ചറിയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് അക്നോളജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഗോർജസ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോൾസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ അക്നോളജ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എനർജീസ് വരുന്ന സമയത്ത് നിങ്ങളത് അക്നോളജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇന്ന് പറയുന്നത്, നിങ്ങളുടെ എനർജി ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ സക്സസ് കൊണ്ടുതരുന്ന ഹാബിറ്റ്സ് എന്തൊക്കെയാണോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ബാക്കിയുള്ള എനർജീസ് നോക്കാം. പൈൽ നമ്പർ 2യുടെ എനർജീസ് എന്താണ് ഈ ഒരു ദിവസം വന്നിട്ട്. ഓക്കെ, ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു ബാലൻസ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. ഓവറോൾ എനർജിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഒത്തിരി കോൺവെർസേഷൻസ്, ഒത്തിരി എനർജി നിങ്ങൾ കൊടുക്കുന്നുണ്ടാകാം, ഒത്തിരി മീറ്റിങ്സ് ആയിരിക്കാം ഫാമിലി ആയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താനായിട്ട്, നിങ്ങളുടെ എനർജി റീബാലൻസ് ചെയ്യാനായിട്ട് കുറച്ചൊരു ടൈം, സ്പേസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ലൗഡ് വൺസ് ആയിട്ട്, ഫാമിലി ആയിട്ട് കുറച്ചും കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്.
കുറച്ച് പേർക്ക് കോപ്പറേഷൻ്റെ എനർജിയാണ്. എല്ലാവരുമായിട്ട് സഹകരിക്കാനായിട്ടും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. ചിലപ്പോൾ സെൽഫ് വർത്ത് ഇഷ്യൂസ് ആയിരിക്കാം, നിങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുന്ന, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അവിടെയെല്ലാം കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊണ്ടുവരിക. നിങ്ങളുടെ കോൺഷ്യസ്നെസ് കുറച്ചും കൂടെ അവേക്കൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ബാക്കിയുള്ള എനർജീസ് നോക്കാം. എഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ദിവസം നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, മറിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കംഫർട്ട് ഉണ്ടാകാം. അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ എനർജീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേരോട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ ഇന്ന് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫിയർ, ആങ്സൈറ്റി ആയിരിക്കാം, അത് റിലീസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, അവിടെ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കുക. അതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. 8 ഓഫ് കപ്സിൽ കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിൽ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇമോഷണലി ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ, എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ആയിരിക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഹാപ്പിനെസ്സിൻ്റെ എനർജി, ഒരു സെലിബ്രേഷൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്നിട്ട് വാക്ക് അവേ ചെയ്യുന്നതാണ്. അത് ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന എനർജി എന്താണോ അതിലോട്ട് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നതായിട്ടും ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 7 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. അഗെയിൻ ഇവിടെ കോൺഫിഡൻസിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേര് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഇവിടെ ഇൻഡിപെൻഡൻസ് ആണ്. ആരെയും ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എനർജി എന്താണോ അത് ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ കഴിവുകൾ എന്താണോ അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് സെൽഫ് റിയലൈസേഷനാണ്, സ്വയം മനസ്സിലാക്കുന്ന എനർജിയാണ്. അപ്പോൾ അതിന് ആ ഒരു എക്സ്പെരിമെൻറ്റ്, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാങ്ഡ് മാനിൽ കുറച്ചൊരു റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജി, അതുപോലെ തന്നെ സിറ്റുവേഷൻസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ക്ലാരിറ്റി, വ്യക്തത നൽകുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഇമോഷണൽ ഹീലിങ്ങും കാണുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന എനർജിയിൽ എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ്, എന്തെങ്കിലുമൊക്കെ സ്നേഹത്തിൻ്റെ എനർജി കടന്നു വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ന്യൂ ബിഗിനിങ് ആണ്, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ എനർജി നിങ്ങൾ റിസീവ് ചെയ്യുന്നതായിട്ട്, സ്വീകരിക്കുന്നതായിട്ടും ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ന്യൂ ഡയറക്ഷൻ, ന്യൂ പാത്ത്, ന്യൂ എനർജി നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് നിങ്ങളുടെ ലൗഡ് വൺസിന് വേണ്ടിയിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡും ആയിരിക്കാം. നിങ്ങൾ എത്രത്തോളം അർപ്പണ മനോഭാവത്തോടു കൂടി, എത്രത്തോളം പോസിറ്റീവ് എനർജിയിൽ ഇരുന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് ഒരു ടെസ്റ്റിംഗ് ഫേസിൽ കൂടെ കുറച്ച് പേർക്ക് കടന്നു പോകേണ്ടി വരുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് വിന്നറാകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പല സിറ്റുവേഷൻസും മായ, ഇല്യൂഷനിൽ ഇരിക്കുന്നുണ്ടാകാം. അത് റിയലൈസ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം എനർജീസ് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. പല രീതിയിലായിരിക്കാം, പല ഇൻട്രാക്ഷൻ ത്രൂ സംസാരിക്കുമ്പോൾ, പലത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി റിയലൈസേഷൻ, ഒത്തിരി അവേക്കനിങ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സാറ്റർഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.